ചേട്ടന്റെ ആദ്യത്തെ സിനിമ അത് റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല, അതും ഹർഷാദ് ഒക്കെ ആയിരുന്നല്ലോ അത് എഴുതിയത്, മുഹസിൻ പെരാരി. അത് കഴിഞ്ഞിട്ട് KL10 മുഹസിൻ പെരാരിയുടെ ചെയ്തു. ആൻഡ് ഉണ്ട എഴുതിയതും ഹർഷാദ്. അതെ. അപ്പൊ അതുപോലെ തല്ലുമാല വന്നപ്പം ഖാലിദിക്കയും അതെ ഖാലിദിക്കയും ലുക്മാൻ ചേട്ടനും ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ. അപ്പം മൊത്തത്തിൽ ഇത് നോക്കുമ്പോൾ സൗഹൃദവും സിനിമയും കൂടെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ഭാഗ്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയാണല്ലോ. അപ്പൊ ചേട്ടൻ അതിനെ എങ്ങനെയാ ചേട്ടൻ നോക്കിക്കാണുന്നത്? കാരണം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ് നല്ലല്ലോ ഒരു സിനിമ വരുന്നത്, നമ്മൾ അതിന്റെ ഭാഗമാവുന്നു. ആൻഡ് അത് ത്രൂ ഔട്ട് അതിങ്ങനെ ലക്ക് പോലെ എല്ലാ സിനിമകളും ഹിറ്റ് ആവുന്നു, അതിങ്ങനെ ഭാഗമായി പൊയ്ക്കൊണ്ടിരിക്കും. ചേട്ടൻ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭയങ്കര സന്തോഷത്തോടെയാണ് നോക്കിയാണത്. കാരണം നല്ല സിനിമകൾ ഒരു സൈഡിൽ ഉണ്ടാവുന്നു, നല്ല സൗഹൃദം ഉണ്ടാവുന്നു എന്നുള്ളത് ഭയങ്കര. ഈ സൗഹൃദത്തിനും സിനിമയ്ക്കൊക്കെ ഉള്ള വ്യത്യസ്ത ജെന്യുവൻ അല്ലെങ്കിൽ ഇതിനൊരിക്കലും ലൈഫ് ഉണ്ടാവില്ല. സൗഹൃദമാണ്. നമുക്ക് ഒരാളെ മുന്നിൽ ഭയങ്കര സുഹൃത്തായിട്ട് അഭിനയിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോഴേക്കും അത് അയാളോട് നമ്മൾ ജീവിക്കും തോറും നമുക്കത് ഭയങ്കരമായിട്ട് അറിയും അത് ഫേക്കാണ്. അതുപോലെ തന്നെയാണ് സിനിമയിൽ. നമ്മൾ സിനിമയ്ക്ക് കലയ്ക്ക് എത്രത്തോളം നമ്മൾ ജെന്യുവിറ്റി കൊടുക്കുന്നത് അത് അത്രത്തോളം നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിന് എനിക്ക് ആ സിനിമയും സൗഹൃദവും ഭയങ്കര ജെന്യുവിനായ ആളുകളുടെ കൂടെ തന്നെയാണ് കിട്ടിയത്. അത് ഞാനങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇവൻ്റെ കൂടെ സൗഹൃദം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. സിനിമ തന്നെയായിരുന്നു എല്ലാവർക്കും വേണ്ടിയിരുന്നത്. ഞങ്ങളൊക്കെ കണക്ട് ആയത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ നല്ല സിനിമകൾ ഉണ്ടായി, ഒപ്പം നല്ല സൗഹൃദങ്ങളുണ്ടായി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷെ സൗഹൃദം കൊണ്ട് മാത്രവും സിനിമ നടക്കും ചെയ്യില്ല. നമ്മളിപ്പോ വളയുടെ പോസ്റ്റർ കാണുമ്പോഴേ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ആ ഒരു വലിയ വള രണ്ടുപേരും നിൽക്കുന്ന ആ പോസ്റ്റർ ആണല്ലോ ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനത് കണ്ടു ഇങ്ങനെ ഓർക്കായിരുന്നേ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പോസ്റ്റർ മൊമെന്റ് ഉണ്ടാവില്ലേ? നമ്മളുടെ ഫോട്ടോ വന്ന് ഒരു പോസ്റ്റർ വരുന്ന ഒരു മൊമെന്റ്, ആ ഒരു മെമ്മറി, ഒരു മൊമെന്റ് ഷെയർ ചെയ്യാവോ രണ്ടുപേരും? ശീതളിന്റെ എപ്പോഴാണ് ആദ്യം ഒരു പോസ്റ്റർ വന്ന് ശീതൾ ഇങ്ങനെ കണ്ട് ശീതളിന്റെ സന്തോഷം വന്നത്? ഗോളത്തിൽ തന്നെ ഇങ്ങനെ രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഈ നമ്മുടെ ഈ കടവന്ത്ര സൈഡില് ഒരു കുറെ പോസ്റ്റേഴ്സ് ഇങ്ങനെ ഗോളത്തിന്റെ വന്നു. അല്ല, നോർമലി സിനിമേന്റെ പോസ്റ്റേഴ്സ് വെക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ആദ്യത്തെ ദിവസം തന്നെ പോയി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും പടങ്ങൾ നോക്കും, ഇങ്ങനെ പോസ്റ്റേഴ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സ്പേസിൽ എന്റെ മുഖം കാണാന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം. ഗോളത്തിന്റെ സമയത്താണെങ്കിൽ കുഞ്ഞൊരു ഫേസ് ആണെങ്കിലും കുറെ പേരുണ്ടായിരുന്നല്ലോ. ആക്ച്വലി ഒരു 12-15 ആൾക്കാരുടെ കൂടെ ഒരു ചെറിയൊരു സ്പേസ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ മറ്റേ ഫാമിലി ആ ഒരു പോസ്റ്ററിൽ എന്നെ കാണുമ്പോൾ ലൈക്ക് എല്ലാം നല്ലോണം വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ്. അതുകൊണ്ടിപ്പോ ഞാൻ തന്നെ ഫോട്ടോ എടുത്ത് ഞാൻ തന്നെ സ്റ്റോറി ഇടും, വീട്ടിലേക്ക് അയച്ചു കൊടുക്കും, ഞാൻ വന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ. ഐ എം സോ ഹാപ്പി. നമ്മള് പ്രതീക്ഷ സംഭവം നമ്മളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇതൊക്കെ നമുക്ക് സിനിമ എന്ന് പറഞ്ഞ സിനിമയിൽ തല കാണിക്കുക എന്നുള്ളതായിരുന്നല്ലോ ആദ്യത്തെ സ്വപ്നം. ഏതൊരു സിനിമയിൽ എന്തെങ്കിലും ചാൻസ് കിട്ടുക, നമ്മൾ സ്ക്രീനിൽ നമ്മൾ കാണുക, പിന്നീടാണ് പോസ്റ്ററിലോട്ടൊക്കെ എത്തുക. പോസ്റ്ററിലൊക്കെ ഞാൻ എത്തിയത് കുറേ സിനിമകൾ ചെയ്തിട്ടാണ്. പിന്നെ പോസ്റ്ററിൽ ഒരു സൈഡിലൊരു മുഖം പോസ്റ്ററിൽ ഉണ്ടാവുമോ? ഫസ്റ്റ് വന്ന പോസ്റ്റർ KL10 ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്കിലൊന്നും ഉണ്ടായില്ല, കുറച്ച് കഴിഞ്ഞ് റിലീസൊക്കെ ആ ടൈമിലൊക്കെ ആയിട്ട് വന്ന പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? നമ്മളെ പോസ്റ്റർ കാണാൻ നമ്മുടെ ആരാ പറഞ്ഞു നമ്മുടെ മുഖം ഉണ്ടെന്ന് ആരെങ്കിലും കണ്ടിട്ട് പറഞ്ഞു ചേട്ടൻ പോയി? കണ്ടിട്ട് പറഞ്ഞ് പിന്നെ നമ്മള് ഇവിടുന്ന സ്ഥലത്ത് പോസ്റ്റർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വെറുതെ അവിടെ പോയി ചായ കുടിച്ചിട്ട് എങ്ങനെ ഇരിക്കും. പക്ഷെ എന്താ വെച്ചാ അതൊക്കെ നമ്മള് അതിന്റെ ഒക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നമുക്കിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര സന്തോഷം. നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ കുറെ സിനിമയുടെ പുറകെ നടന്ന് കുറെ ആളുകൾ കളിയാക്കി അങ്ങനെയൊക്കെ കണ്ടിട്ടൊക്കെ. പക്ഷെ നമുക്കിങ്ങനെ നമ്മുടെ പോസ്റ്റർ വന്നത് റിയാലിറ്റി ആണല്ലോ, റിയലാണല്ലോ. അത് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓക്കെ. നിങ്ങൾ കമന്റ്സ് ഒക്കെ നോക്കൂ? നമ്മുടെ ട്രെയിലറിന്റെയും ടീസറിന്റെയും ഒക്കെ താഴെ വന്ന കമന്റ്സ് ഒക്കെ നോക്കിയായിരുന്നോ? ഞാൻ തന്നെ ട്രെയിലർ എനിക്ക് തോന്നുന്നു 10-20 വട്ടം കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇരുന്ന് കാണൽ തന്നെയാണ് സ്ഥിരം വരെ. അപ്പൊ അതിന്റെ കൂടെ കമന്റ്സും ചില സമയത്തൊക്കെ നോക്കും. ഇല്ല, അന്ന് അപ്ലോഡ് ചെയ്ത ടൈമിൽ നോക്കിയായിരുന്നു, പിന്നെ അങ്ങനെ നോക്കിയില്ല. അതെ, അത് സന്തോഷമാണ്. പക്ഷെ ചില നേരത്തെ കമന്റ്സ് നമ്മളെ
ചിലപ്പോ നമ്മളെ കുറച്ച് ഡാർക്കാക്കും ചെയ്യും പക്ഷേ ചേട്ടന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടൻ ഇപ്പം എന്തെങ്കിലും ചേട്ടന്റെ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ലുക്ക് ഇറങ്ങുമ്പോഴോ അതിന്റെ പോസ്റ്റേഴ്സ് ഇറങ്ങുമ്പോഴോ ചെറിയ കട്ട്സ് ഇറങ്ങുമ്പോഴോ ഒക്കെ അതൊരു ബ്ലെസ്ഡ് ഫീൽ ആണ് ആസ് ആൻ ആക്ടർ. ബിക്കോസ് അത് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടും. ഒത്തിരി ആൾക്കാർ പിന്നെ ചിലര് വന്ന് കമന്റ് ചെയ്യും മലയാള സിനിമ അധികം ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ആക്ടർ എന്നുള്ള കമന്റ്സ് വരും. പിന്നെ ചിലര് ലുക്മാൻ ഉണ്ടെങ്കിൽ പൊളിയാണ് എന്ന് പറഞ്ഞ കമന്റ്സ് വരും. മിക്കതിനും കമന്റ്സ് വരും. സോ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച് വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്ലേസിലേക്ക് എത്തുമ്പോൾ സന്തോഷം ഒബ്വിയസ്ലി ഉണ്ടാകും. പക്ഷെ എങ്കിലും ഈ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു കണ്ടന്റ് ഫീൽ ഇല്ലേ, അതിൽ നമ്മൾ ആ ഉള്ളതിൽ സന്തോഷിക്കും. അപ്പത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കര സന്തോഷിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഞാൻ എപ്പോഴും പറയണ്ടേ, ഈ ജോലിക്ക് അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഇല്ല ആക്ച്വലി. അത് ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു സക്സസിന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു സിനിമ ഒരാഴ്ച ആ സിനിമ റിലീസ് കഴിഞ്ഞ് അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ പുതിയതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ പുതിയതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും അതിന് വേണ്ടിയിട്ടുള്ള ടെൻഷനും വീണ്ടും നമ്മൾ സ്ട്രഗിൾ ഇങ്ങനെ എപ്പോഴും ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ജോലിയാണ് ഇത്തരം ജോലികളൊക്കെ എനിക്ക് തോന്നുന്നു, സിനിമയാണെങ്കിൽ പ്രത്യേകിച്ച്. പക്ഷെ എപ്പോഴും ഈ ആളുകൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ നമ്മുടെ എന്തെങ്കിലും കട്ട്സ് ഇറങ്ങുമ്പോൾ ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന കുറച്ച് പേര് അത് ആഘോഷിക്കുന്ന അവരാഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭാഗ്യമാണ്. എത്ര സിനിമകൾ ചെയ്യുന്നു എന്നുള്ളതല്ല, ആൾക്കാരുടെ ഒരു ഇഷ്ടം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, ശീതൽ അതുപോലെ ലുക്മാൻ ചേട്ടൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റീൽ ഉണ്ടായിരുന്നു, ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് പോയത്. അതായത് ലുക്മാൻ ചേട്ടൻ പറയുന്നത് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം അല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ കയറിയിട്ട് മെനു കാർഡ് നോക്കാതെ ഫുഡ് ഓർഡർ ചെയ്യണം എന്നുള്ളത്. ചെറിയ ലൈഫിൽ ശീതൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ? ഇപ്പൊ നേരത്തെ ഒരു മാനിഫെസ്റ്റേഷന്റെ കാര്യം പറഞ്ഞതുപോലെ എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ തന്നെയാണ് എന്റെ ആഗ്രഹങ്ങൾ, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. മെനു കാർഡല്ല, അത് ഞാൻ ഇപ്പോഴും എനിക്കിപ്പോ പൈസ ഇല്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കണ സംഭവം ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ ഫുഡ് കഴിക്കും. അല്ല ആരുടെയും കടം മേടിച്ചിട്ടെങ്കിലും ഞാൻ കഴിക്കും. എനിക്ക് വിശന്നെങ്കിൽ ഫുഡ് കഴിക്കണം. ഞാൻ അതിനു വേണ്ടി ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല. ആഗ്രഹമുള്ള സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ കമന്റ് സെക്ഷൻ വരുന്ന സംഭവമല്ലേ, എനിക്ക് തോന്നുന്നു ഇപ്പം എന്റെ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് അത് എക്സ്പെക്ടേഷൻ കൊടുക്കാന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ പടം അപ്പൊ പടം അടിപൊളിയായിരിക്കും അങ്ങനെ പറയാൻ പറ്റുന്നത് തന്നെ എന്റെ വലിയൊരു ഭാഗ്യമായിരിക്കും. അങ്ങനെ അതൊക്കെയാണ് എന്റെ ആഗ്രഹം, അതാണ് എന്റെ ആഗ്രഹം. അങ്ങനത്തെ നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റണം, അതാണ്. കുട്ടിക്ക് എല്ലാം വർക്ക് റിലേറ്റഡ് ആഗ്രഹങ്ങൾ, അത് വർക്കായിട്ടല്ല ഞാനത് കാണുന്നത്. എനിക്കത് നമ്മുടെ പാഷൻ വർക്ക് എനിക്കത് പറയാൻ താല്പര്യമില്ല. നമ്മുടെ ഇഷ്ടമുള്ള കാര്യം ചെയ്യും. അല്ല വർക്കാണ്, ഡെഫിനറ്റ്ലി വർക്കാണ്, ബട്ട് ആസ് ലൈക്ക് വർക്ക് അങ്ങനത്തെ ഒരു ചിന്തയല്ല. എനിക്ക് മനസ്സിലായി, എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എനിക്ക്. മനസ്സിലായി. അല്ല ചേട്ടൻ ഇപ്പോഴും അങ്ങനെ കാർഡൊക്കെ നോക്കാതൊക്കെ ഓർഡർ ചെയ്യോ? ഇപ്പൊ മെനു കാർഡ് നോക്കാതെ ഓർഡർ ചെയ്യേണ്ട ലെവലൊക്കെ ആയോ നമ്മള്? ഇങ്ങനെ അല്ല അങ്ങനെ ലെവലിന്നല്ല ഇപ്പൊ അങ്ങനെ അത്. പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതിനെ കറക്റ്റ് നോക്കാതെ എന്നല്ല, നമ്മുടെ ലൈഫിന്റെ ഒരു സമയത്തുണ്ടാവുന്ന ഒരു ഇതിനെ ഞാനിങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാ. ഇപ്പൊ ചേട്ടൻ മെനു കാർഡൊക്കെ നോക്കാതെ ഓർഡർ? ഇപ്പൊ മെനു കാർഡല്ല, ഇപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങനെ പണ്ടത്തെ ആദ്യത്തെ പോലെ മെനു കാർഡല്ലേ നോക്കി എന്തൊക്കെ ഇവിടെ സ്പെഷ്യൽ അങ്ങനെ ചോദിച്ചിട്ടല്ലേ നമ്മള് കഴിക്കുക. ആദ്യമല്ല അങ്ങനെ നമ്മള് മെനു കാർഡ് കറക്റ്റ് ടേബിൾ തന്നെ ഉണ്ടാവും, അതിനെ നോക്കി കറക്റ്റ് റേറ്റ് ഒക്കെ നോക്കുന്ന സമയം. പക്ഷെ ഞാനത് ഇങ്ങനെ ഒരു റിലേറ്റ് ചെയ്ത് പറഞ്ഞതാ. നമ്മളൊരു സമയം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം ഇത്തരം സ്വപ്നങ്ങളെ പുറകെ പോകുമ്പോ ഉണ്ടാവുന്ന സാമ്പത്തികത്തിന്റെ ഒരു സൈഡ് ഉണ്ടല്ലോ, അത് സിനിമാക്കാര് മാത്രമല്ല നമ്മളെല്ലാ മീഡിയ നമ്മളെല്ലാ ഇത്തരം സ്വപ്നങ്ങളിലോട്ട് പോകും. ഇന്നിപ്പോ ഇവിടെ ആങ്കർ ചെയ്തിരിക്കുന്ന നാളെ ചിലപ്പോ ജോലിയില്ലെന്ന് ഉള്ള ടൈം മര്യാദക്ക് നന്നായി ചിലപ്പോ എന്തെങ്കിലും പൈസ ഉണ്ടായിന്ന് വരില്ല, പക്ഷെ ആ സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നിയിട്ട് എനിക്കത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് പിന്നെ റിഗ്രറ്റ് ആവും. അപ്പൊ ഞാൻ വല്ല നൈസായിട്ട് ഫുഡ് അത് എനിക്ക് അത്യാവശ്യമായിട്ട് 100 രൂപ കാശുണ്ട് ഇട്ടെന്ന് പറഞ്ഞാൽ അത് ഇട്ടിട്ട് ഞാൻ പൈസ കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകും. ദൈവമേ സത്യമായിട്ടും അല്ലാട്ടോ. അല്ല ഇൻസ്റ്റയിലൊക്കെ ഇൻസ്റ്റയിൽ